നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഇന്നൊരു മുഴുവട്ടന് ഒരു മുഴുപ്രാന്ത് പിടിച്ചവന് ഞാൻ ഒരു മറുപടി കൊടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു മറുപടി. കാരണം ആ പ്രാന്തൻ്റെ പ്രാന്ത് മുഴുവൻ അവിടെ, ആ പ്രാന്തിൽ നിന്നും വരുന്ന പ്രാന്തും ആ പ്രാന്തനിൽ നിന്നും വരുന്ന പ്രാന്ത് അവനവിടെ എഴുതിയിട്ടിട്ട്, ശരിക്കും അവനായി എഴുതിയിട്ടതല്ല, അവനാണ് ചേരുന്നത്. അത് അവൻ എന്നിലേക്ക് ചുമത്തി രക്ഷപ്പെടുകയാണ്. അപ്പോൾ അവൻ്റെ പേര് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവൻ വരുവാണെങ്കിൽ എടാ പ്രാന്ത് പിടിച്ചവനെ, നിന്നെ ഞാനിവിടെ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നീ ഈ ലൈവ് കാണുവാണെങ്കിൽ ഞാൻ ശൂന്യതയാകുന്നു എന്ന യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനല് നിനക്കറിയാൻ കഴിയില്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് നോക്കണം. അതിൽ തന്നെ കുറെ എൻ്റെ മറ്റ് ഇതര ചാനലുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്ത ചാനലിൽ മെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. നിന്നെപ്പോലുള്ള വട്ടന്മാരെയും പൊട്ടത്തികളെയും മുഴുവൻ എടുത്ത് ഞാൻ ഇങ്ങനെ ഓരോ ഡോസ് എന്ന് വെച്ചാൽ ഓരോ തുള്ളിമരുന്ന് കൊടുത്ത് അവിടെ ഇട്ടേക്കാണ്. അപ്പൊ നിനക്ക് അന്നേരം എന്തെങ്കിലും പറയുകയോ എഴുതിയോ എങ്ങാനും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചാനലിലേക്ക് പോവുക. മെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ചാനലിൽ പോവുക. അവിടെ എഴുതി അങ്ങ് ഇടുക. നിന്റെ ഭ്രാന്ത് മുഴുവൻ അവിടെ എഴുതി അങ്ങ് പ്രകടിപ്പിക്കുക, പതിപ്പിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരാളിവിടെ വന്ന് വീഡിയോ എടുത്തിരുന്നു, വീഡിയോ ദൃശ്യം. അപ്പോൾ ആ വീഡിയോ ദൃശ്യത്തിൻ്റെ അടിയിൽ നീ എഴുതിയിട്ട് എന്ത് തോന്നിയാസമാണ്. ഞാൻ വായിക്കാം. നിന്റെ ഉള്ളിൽ നിന്നും വന്ന തോന്നിവാസങ്ങൾ നീ അവിടെ എഴുതി. എന്തോന്നോ ബിജു മാനാറ്റ് നില്ലോ, ബിജു മനാറ്റുന്നിൽ. നീ നിൽക്കാൻ പോകുന്നതേ ഉള്ളൂ, നിന്നെ ഞാൻ ഇനി ഇരുത്തത്തില്ല. അവനെ അവിടെ എഴുതി വെച്ചേക്കുക. സ്കിസോഫ്രീനിയ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് അവരിൽ കാണുന്നത്. എടാ നാറി, ഞാനിവിടെ നല്ല തെറിയാണ് എനിക്ക് വിളിക്കാൻ തോന്നുന്നത്. നിന്നെ വായി കൊള്ളാത്ത ഓരോ പേര് വിട്ട് അങ്ങോട്ട് ഇറങ്ങിയേക്ക്. നീ തന്നെ ആ പേര് നിനക്ക് തന്നെ അങ്ങ് ഇട്ടാൽ മതി. ക്രിസോഫീനിയാന്ന് പോലും നിനക്ക് എവിടെ നിന്നാണ് നാറി ഈ പേര് കിട്ടിയത്? നിനക്ക് വേറെ ഒരു നല്ല പേര് ഇടാനില്ലായിരുന്നു. ഇത് സ്കിസോഫ്രീനിയ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് അവരിൽ കാണുന്നത്. അവരോട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കുകയാണ് വേണ്ടുന്നത്. എടാ വട്ട പൊട്ട വിഡ്ഢി, നീ ഇത് എന്ത് രോഗത്തെ പറ്റിയാ പറയുന്നത്? ഇവിടെ ക്യാമറയും കൊണ്ട് രണ്ട് ആളുകൾ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് അവരുടെ മുന്നിൽ ഒന്ന് സംസാരിച്ച്, ആ ഹൃദയം തുറന്ന് സംസാരിച്ച ആ സംസാരത്തെയാണ് ഇവൻ അവൻ്റെ തോന്നിവാസത്തിന് എന്തോ സ്ക്രിസോഫീനിയ എന്ന് പറയുന്ന രോഗമാണെന്ന് പോലും എനിക്ക്. എടാ നാറി, നീ നിന്റെ കൂട്ടുകാർ വരുമ്പോൾ കൂട്ടുകാരോട് സംസാരിക്കില്ലേ? അപ്പം ഞാനും അതുപോലെ നിനക്ക് ഓരോ പേരെടുത്തങ്ങ് ഇട്ടാൽ മതിയോ? ഡിസ്കോഫീനിയാണ്. അപ്പം നണ്ടിരുന്ന് സംസാരിക്കുന്നുണ്ടോ? അതിൻ്റെ ലക്ഷണങ്ങളാണ് ഡിസ്കോഫീനിയാണ്, സൈക്കോഫീനിയാണ്, പുർസോഫീനിയാണ്, മിക്കുലോഫീനിയാണ്, ഗുഡുഗുഡുഫ്രീനിയാണ് എന്നൊക്കെ ഞാനും അങ്ങ് പേരിട്ട് നിന്നിൽ അതങ്ങ് ചുമത്തി ഇട്ടാൽ മതിയല്ലോ. വാ തുറന്ന് ഞാനിവിടെ ഹൃദയം തുറന്ന് ആ രണ്ട് മനുഷ്യരെ കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചതിന് ഈ കാലമാടൻ അവിടെ ആ വീഡിയോയുടെ അടിയിൽ എഴുതി വെച്ചേക്കോ എനിക്ക് സ്കിസോഫ്രീനിയ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്ന്.
എനിക്ക് നിന്നെ നല്ല തെറി വിളിച്ച് കൊല്ലാനാ തോന്നുന്നത്. മനസ്സിലായല്ലോ? നിന്നെപ്പോലുള്ള നാറികളാണ് എന്നെപ്പോലുള്ള ഇച്ചിരി അറിവും കഴിവും സംസാരശേഷിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെയുള്ള ഓരോ പേരും ഇട്ട് അങ്ങ് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മാറ്റുന്നത്. നിനക്കാണ് ആ പേര് ചേരുന്നത്. സ്കിസോഫ്രീനിയ ഒരു പേര് ഇട്ടോണ്ട് ഇറങ്ങിയേക്കും അവന്. എന്റെ പേരെന്തോ ബിജു. അതും പോട്ടെ. എന്നിട്ട് ഞാൻ അവിടെ നല്ലൊരു മറുപടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു അവിടെ എഴുതി വെച്ച്, മൈരെ നിനക്കാണ് ഞാനിപ്പോൾ ചികിത്സ തരുന്നത്. ഒരു ഊമ്പിയ പേരും കണ്ടുപിടിച്ച് നീ ഇറങ്ങിയേക്കുന്നു. ഈ പേര് നീ നിനക്ക് തന്നെ ഇട്ടോളൂ. ഹൃദയം തുറന്ന് ഞാനൊന്ന് സംസാരിച്ചപ്പോൾ ഞാൻ രോഗിയാണെന്ന് പോലും നിനക്ക് തന്നെ ഈ പേര് ഇട്ട് ഞാൻ നിന്നെ എൻ്റെ വട്ട് ചാനലിൽ കൊണ്ടിട്ട് വട്ട് മൂപ്പിച്ച് ഒടുവിൽ നീ മൗനിയായി നിന്റെ ആത്മാവിനെ നിന്നെ കൊണ്ട് തന്നെ കാണിച്ച് തരിക്കുമെന്ന്. അപ്പൊ അവൻ അവിടെ നീളത്തിൽ എഴുതിയിട്ടേക്കുന്നു, ഡബിൾ ഹോഴ്സ് ഭക്തി വിശ്വാസം തന്നെ മാനസിക രോഗമാണെന്ന് പോലും. എന്ത് മാങ്ങത്തൊലിയാടാ നീ ഇവിടെ എഴുതുവേ? എടാ, നിനക്ക് എന്തെങ്കിലും എഴുതണം പറയണമെന്നുണ്ടെങ്കിൽ നീ ഒന്നുകിൽ ഒരു പേനയും പേപ്പറും എഴുതിയിട്ട് അത് തുറന്ന് പറഞ്ഞ് നീ അങ്ങ് പ്രകടിപ്പിക്കുക. അല്ലാതെ നിന്റെ ഭ്രാന്തിനെ മുഴുവൻ മറ്റുള്ളവരുടെ പേരിലേക്കല്ല ചുമത്തേണ്ടത്. മനസ്സിലായോ? അവൻ്റെ ഒരു റിസോഫ്രീനിയ. അവന് ഈ ഭ്രാന്തനാ, കൊടും വട്ടനാ. വട്ട് മൂത്തപ്പോ അവന് ആ വട്ടന് ഏതോ ഒരു പേര് ഇട്ടോണ്ട് എന്നോട് അതിന്റെ അടി കൊണ്ടുവന്ന് എഴുതി വെച്ചൊക്കെ എനിക്ക് റിസോഫ്രാനി. നിനക്കാണ് ഞാൻ വല്ലതും വിളിച്ച് ഞാൻ പറയാം. നിനക്കാണ് ആ പേര് ചേരുന്നത്. നിന്റെ മൈൻഡിനെ ഞാനുണ്ടല്ലോ എടുത്ത് എൻ്റെ മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടിട്ട് നിന്നെ അവിടെ ഇട്ട് ചിന്തിപ്പിച്ച് വട്ട് മൂപ്പിച്ച് ഒടുവിൽ നീ മൗനിയായി തീർന്ന് നിന്റെ ആത്മാവിനെ കണ്ടെത്തും. ഞാൻ എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ മൂത്ത പ്രാന്ത് എഴുതി ഇവിടെ നിറയ്ക്കാൻ വേണ്ടി നീ ഒരു മൈരിലെ പേരും എനിക്ക് ചാർത്തിയിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നിന്നെ ഞാൻ വിടില്ല. യൂട്യൂബിൽ നിന്റെ കമന്റ് എടുത്ത് പോസ്റ്റ് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിന്റെ മൈൻഡിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. നിനക്കുള്ള പൊങ്കാല അവിടെയുണ്ട്. അത് നീ വന്ന് കേൾക്ക്. എൻ്റെ പേജിൽ നിന്റെ മണ്ടത്തരം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ബിജു മാനാട്ട് നില്ല്. നിന്നെ ഞാൻ നിൽപ്പിക്കുമല്ല, ഇരിപ്പിക്കുകയും കടപ്പിക്കുകയും നിൽപ്പിക്കുകയും എല്ലാം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തോന്ന്? മനുഷ്യൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ആത്മാവ് വെറും അർത്ഥശൂന്യത മാത്രം. മനുഷ്യൻ ചുറ്റുപാടുകൾ മാത്രം അഭിരമിക്കുന്നു. നിനക്ക് ഇത്രയും ഭ്രാന്ത് എഴുതി വെക്കണമെങ്കിൽ നീ അത് എൻ്റെ പേരിലല്ല, എൻ്റെ പേരും ചുമത്തിയല്ല, എനിക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് പറഞ്ഞല്ല നീ എഴുതേണ്ടത്. നിന്റെ ഈ ഭ്രാന്ത് മുഴുവൻ നിനക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ നിന്റെ അക്കൗണ്ടിനകത്തിൽ കയറി വേണം എഴുതണ്ട. അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് നീ എഴുതി വയ്ക്കും നിന്റെ ഭ്രാന്തിനെ. നീ ഒരു പേരും എഴുതിയിട്ടോണ്ട് എഴുതിയിട്ട് എൻ്റെ പേരും അതിനകത്ത് ചാർത്തിയിട്ട് എനിക്ക് രോഗമാണെന്ന് പോലും. നീയാണ് അസൽ മാനസിക രോഗി. മനസ്സിലായോ? ഇനി മേലെ ഇത് ആവർത്തിച്ചു പോകരുത്. ജെയിംസ് ജോസഫ്. ഈ നാറിയൊക്കെ ഏതാ? എടാ നാറി, നിന്നെ ഞാൻ കൊണ്ടുവന്ന് മെന്റൽ ഗ്രൂപ്പിലേക്ക് കൊണ്ടിടുകയാണ്. ജെയിംസ് ജോസഫ്, നിനക്കൊന്നും തലയ്ക്കൊന്നും ഒരു വെളിവും ഇല്ല. മനസ്സിലായോ? ആ ബിജു എന്ന് പറഞ്ഞാൽ അവൻ്റെ മറ്റൊരു പതിപ്പാണ് നീ. നിനക്ക് തലയ്ക്ക് അതിൽ വെളിവും ഇല്ല, വെള്ളിയാഴ്ചയിലും ഒരു വെണ്ടയില്ല. നിന്നെയും ഇവനെ എല്ലാം കൊണ്ടുവന്ന് എൻ്റെ മെന്റൽ ഗ്രൂപ്പിലേക്ക് ഞാൻ കൊണ്ടിടുകയാണ്. ഹൃദയം തുറങ്ങി 2-3 ആളുകൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഹൃദയം തുറന്നൊന്ന് സംസാരിച്ച് അവരത് ക്യാമറയിൽ പകർത്തിക്കൊണ്ട് പോയി. ആ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ ഇനിയും ഓരോന്ന് പണിതും എഴുതിയൊക്കെ വെച്ച് നിങ്ങൾ വന്ന് കൊണ്ടുപോകണം. നമുക്ക് 2 കൂട്ടർക്കും കൂടെ അതിലൂടെ ഒരു വരുമാന മാർഗമാവും.
നമുക്ക് നല്ല ഒത്തൊരുമയോട് കൂടി പോകാവുന്ന അത് ഞങ്ങൾ തമ്മിലുള്ളതാണ്. എനിക്ക് ചില മാധ്യമ പ്രവർത്തകരുണ്ട്, അത് ഞങ്ങൾ തമ്മിലുള്ള ഉള്ളൊരു ഒത്തുകളിയും ഒത്തൊരുമയാണ്. ചില നാറുകളുണ്ട്, അവരെ ഞാൻ ഇതിനകത്ത് കൂട്ടുന്നില്ല, അത് ഞങ്ങൾ തമ്മിലുള്ളതാണ്. അതൊന്നും നിനക്കൊന്നും അറിയില്ല. കമന്റ് ഇടുന്ന ഒരു നാറുകൾക്കും അതറിയില്ല, അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. കമന്റ് ഇടുന്ന നിന്നെപ്പോലുള്ള വട്ടന്മാർക്കും പൊട്ടന്മാർക്കും അതറിയില്ല. ചില മാധ്യമ പ്രവർത്തകരും ഞാനും കൂടെ നല്ലൊരു സൗഹൃദമുണ്ട്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓരോ വീഡിയോ കാണുമ്പോഴൊക്കെ നാഗ സൈരന്ദ്രി ഞാൻ അങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് എന്നോട് ചോദിക്കും. ഞാൻ പറയും വാ മക്കളെ എന്ന് പറയും. മനസ്സിലായോ? അതിലൂടെ അവരുടെ ചാനൽ ഓടിക്കിട്ടുമ്പോൾ അവർക്കും ഒരു വരുമാന മാർഗം, എനിക്കും ഒരു വരുമാന മാർഗം. അത് ഇന്നെപ്പോലുള്ള മരപ്പാഴുകൾക്കും വിഡ്ഢികൾക്കും അതറിയില്ല, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ എന്നെ വലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചില ചാനലുകാർ നാറിയ ചില കാര്യങ്ങൾ കാണിക്കും. അതിനുള്ള കൂലി കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെയും കയ്യിൽ നിന്ന്, കമന്റ് എഴുതുന്ന തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ട് തരത്തിലെ ചാനലുകാരാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, എന്നെ ആക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം വിഡ്ഢിയും ആക്കലുമായി തീരുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട് ഒന്നത്. രണ്ട്, ഞങ്ങൾ ഒരുപാട് ഒന്നിച്ചു പോകുന്ന ചില മാധ്യമ ചാനൽ പ്രവർത്തകരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമന്റ് എഴുതുന്നവർക്ക് നിങ്ങൾക്കതൊന്നും അറിയില്ല. നിങ്ങൾ വെറും വിഡ്ഢികളെന്ന് വെച്ചാൽ വിഡ്ഢികളാണ്. നിങ്ങൾ വിചാരിക്കും എന്നെ അവർ വിറ്റ് കാശ് ആക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു നിഷ്കളങ്ക പാവമാണ്, അവരെൻ്റെ അടുക്കൽ ഓടി ഓടി വന്ന് എന്നെ വിറ്റ് അവർ പണം ഉണ്ടാക്കുന്ന, അത് വെറുതെയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അത് നിങ്ങളെപ്പോലുള്ള വിഡ്ഢികൾക്ക് മനസ്സിലാവില്ല. അത് ഞാനങ്ങ് തുറന്നങ്ങ് പറയുകയാണ്. മനസ്സിലായോ? ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ അവിടെ മുന്നിൽ നിന്നും ആ ഹൃദയം തുറന്നൊന്ന് സംസാരിച്ചപ്പോഴത്തേന് പറയാം എനിക്ക് എന്തോ തൃക്കാപ്പൂടി അവനെന്തോ എഴുതി വെച്ചാൽ ഏതാണ്ട് രോഗമാണെന്ന് പോലും. നീ 24 മണിക്കൂർ സംസാരിക്കില്ലടാ, അപ്പോൾ നിനക്കും രോഗമാണെന്ന് ഞാൻ അങ്ങ് പേരിട്ടാൽ മതിയോ? തെണ്ടി. അത്രയൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. ഞാൻ ഈ ലൈവ് എടുത്ത് ഇനി എൻ്റെ മെൻ്റൽ ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യും. അവിടെ കിടന്ന് നിന്റെ ആ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അതും നിന്റെ പ്രാന്തും ആ എഴുതി വെച്ച ആ പ്രാന്തും എൻ്റെ ഈ വർത്തമാനവും അവിടെ കിടന്ന് ഓടും കേട്ടോ. അപ്പോൾ ആരാ ഇതിൽ വിഡ്ഢിയാവുന്നത്? ഞാനാണോ? കമൻ്റ് എഴുതിയ എന്നെ രോഗാവസ്ഥയിലേക്ക്, എനിക്ക് രോഗമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നീയാണോ വിഡ്ഢി? അത് മനസ്സിലാക്കുക. നാഗ 2-3 ദിവസമായല്ലോ ലൈവിൽ വന്നിട്ട്. 2-3 ദിവസമായി. എനിക്ക് ഇത്തിരി ജോലിയെല്ലാം ഉണ്ടായിരുന്നു മോള്. അപ്പോൾ ഞാനിപ്പോൾ ഈ ലൈവ് നിർത്താൻ പോവുകയാണ്. നമുക്കിനി ഞാൻ ശൂന്യതയാകുന്നു ആ യൂട്യൂബ് ചാനലിലേക്ക് പോയാലോ? ശ്രീബാല അങ്ങോട്ട് വന്നോളൂ, കുറച്ച് കാര്യം നമുക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ മുത്തേ, എവിടേക്കാണെന്ന് വെച്ചാൽ ഞാൻ ശൂന്യതയാകുന്നു ആ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എപ്പോഴുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. ക്രിസ്തുമസിന് 3 ദിവസം ലീവുണ്ട്. ഞാൻ അങ്ങോട്ട് വന്ന് നാഗയെ കണ്ടാലോ? ഒരു സർപ്രൈസ് നാഗയ്ക്ക് കൊണ്ടുവരും. നാഗയ്ക്ക് എൻ്റെ ഇഷ്ടമുള്ള കുറച്ച് ബാക്കി നേരിൽ കണ്ടറിയും. അതെന്താ, വന്നോളൂ കുട്ടി, പൊന്നു വന്നോളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഞാൻ ശൂന്യതയാകുന്നു ആ ചാനലിലേക്ക് പോകാം. നമുക്ക് ചാരിറ്റി, മനോഹരമായ ചാരിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ എല്ലാവരും പോന്നോളൂ, ഇതിനകത്തിലുള്ള എല്ലാവരും പോന്നോളൂ. എനിക്കൊരു സുന്ദരികളായ കുറേ പെൺകുട്ടികളെ വേണം. കുറേന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി അത്യാവശ്യത്തിന് ഒന്നോ അതിലധികമോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. മാറിയും തിരിഞ്ഞും. കാരണം ഒരാൾക്ക് ബോറടിക്കുമ്പോൾ മറ്റേ ആൾക്ക് വന്ന് നിൽക്കാം, മറ്റേ ആൾക്ക് ബോറടിക്കുമ്പോൾ അങ്ങനെ വന്ന് നിൽക്കാനായിട്ട് കുറേ പെൺകുട്ടികളെ വേണം. അതൊക്കെ ഞാൻ വിശദമായിട്ട്
ഞാൻ ശൂന്യതയാകുന്നു ആ ചാനലിൽ ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ജോലി ചെയ്യാൻ വയ്യ. അപ്പോഴേ വളരെ രസകരമായി എന്നോടൊത്തു ചേർന്ന് കൂട്ടുകൂടിക്കൊണ്ട് ഇവിടെ കുറച്ച് ജോലി ചെയ്യാനും ഇവിടെ നിന്ന് തൂക്കാനും തുണി അലക്കാനും ഒക്കെയും. പിന്നെ സുൽത്താൻ സുഖമില്ലാതെ ഇരിക്കുകയാണ്. സുൽത്താനെ പരിചരിക്കാനുമായിട്ടൊക്കെ എനിക്കൊരു പെൺകുട്ടിയെ വേണം, ആവശ്യമുണ്ട്. അപ്പോൾ അതിന് എന്നെയും കൊണ്ട് പറ്റില്ല, എന്നെയും കൊണ്ട് തനിച്ചു പറ്റില്ല. ഞാൻ പണ്ടും ഇതുപോലാണല്ലോ. എനിക്ക് സഹായത്തിന് ആളിനെ തന്നെ വേണമെന്ന് ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് ഒരു സഹായത്തിന് ആളിനെ വേണമെന്ന് പണ്ടേ ഞാൻ പറയുന്ന കാര്യം. എന്തായാലും ആളുകളൊക്കെ വരുന്നുണ്ട്, അവരാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് ഓരോരുത്തരും ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ ചെയ്തു പോകുന്നവരെ മതി. കാരണം ഇവിടെ നിൽക്കാൻ വേണ്ടി ഉള്ള സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കഴിവതും വിവാഹിതരായ വിവാഹം കഴിച്ച സ്ത്രീകൾ വരികയേ ചെയ്യില്ലു. കുട്ടികളെയും കൊണ്ടും വരരുത്, പെണ്ണുങ്ങൾ വിവാഹം കഴിച്ചവരും വരരുത്, കാമുകന്മാരുള്ളവരെയും വരരുത്. കാമുകന്മാരുള്ളവരും വരരുത്, വിവാഹിതരായ സ്ത്രീകളും വരരുത്. ഇനി കാമുകനുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞിരിക്കണം. എനിക്കൊരു കാമുകനുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കണം. മെയിനായിട്ട് കാമുകന്മാരുള്ളവർ വേണ്ട. കാരണം അവർ സ്വതന്ത്രരായിട്ട് അവർ വന്നോട്ടെ, വന്നൊക്കെ പോയിക്കോട്ടെ. പക്ഷേ സുൽത്താൻ്റെ കാര്യത്തെ നോക്കാൻ വേണ്ടി കാമുകനുള്ള പെണ്ണ് വേണ്ട, വിവാഹം കഴിച്ച പെണ്ണ് വേണ്ട. കാരണം അതൊക്കെ പിന്നെ പൊല്ലാപ്പ. ഒരുപാട് അങ്ങനെയുള്ള പെണ്ണുങ്ങളെല്ലാം ഇവിടെ വന്ന് നാശം കാണിച്ചിട്ട് പോയിട്ടുള്ളതേ ഉള്ളൂ. കുട്ടികളെയും പറക്കി കെട്ടിക്കൊണ്ട് വന്ന് പിന്നെ അവർക്ക് നമ്മൾ തിന്നാനും കുടിക്കാനും കൊടുത്തു, അവർക്ക് വസ്ത്രം കൊടുത്തു, പണം കൊടുത്തു, എല്ലാം കൊടുത്ത് ലാസ്റ്റിലെ പോലീസായി, കേസായി, വഴക്കായി. പിന്നെ ഭർത്താവും ഭാര്യയും കൂടെ പിണങ്ങി വന്നവർ, പിന്നെ അവർ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് ഒന്നിച്ചിട്ട് കുറ്റങ്ങളെല്ലാം നമ്മളിൽ ചുമത്തും. അതൊന്നും വേണ്ട. അതൊന്നും ഞാൻ ബിനീഷ് ചന്ദ്രോത്ത് എഴുന്നേറ്റ് കൂടി. എടാ നായെ, നിന്റെ കൂടെ ഒരുത്തിയിരിക്കുന്നില്ലേ? നിനക്ക് നാണോ മാനോ ഇല്ലയോടാ എൻ്റെ ലൈവിലേക്ക് വന്ന് ഇങ്ങനെ പറയാനേ? നിന്റെ കൂടെയുള്ള പെണ്ണ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ അടുത്തോട്ട് ചെല്ല് നാറി. അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ വേറെ ആവന്മാരെങ്ങാനും നോക്കിയോ കാണുകയോ കൈവയ്ക്കുകയോ ചെയ്യും. നാണോ മാനോ ഇല്ലയോടാ? എന്തിനാടാ ഇങ്ങനെ ഉളുപ്പില്ലാതെ ജീവിക്കുന്നത്? നിന്റെ കൂടെ ഒരുത്തിയിരിക്കുന്നില്ല ഒരു നീല ഉടുപ്പട്ട? ആണാന്നോ പെണ്ണാന്നോ? എടാ കാണാൻ കൊള്ളാത്തവനെ, നിന്നോടാ ബിനീഷ് ചന്ദ്രോത്ത്. എടാ നിന്നെ കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. കാണാൻ കൊള്ളാത്തൊരു മുഖം എടുത്തോണ്ട് വന്ന് എന്നോട് പറയാം എഴുന്നേറ്റ് പോടീന്ന്. നീ എൻ്റെ ലൈവ് കട്ടാക്കിയിട്ട് നീ എണീറ്റ് പോടാ. നീ നിന്റെ പെണ്ണിന്റെ അടുത്തോട്ട് ചെല്ല്, എൻ്റെ കോണത്തിൽ വന്ന് നിൽക്കാതെ അങ്ങോട്ട് ചെല്ല്. ഞാനല്ല നിന്റെ പെണ്ണ്. ഇനിയെങ്കിലും നീ നല്ല ബോധത്തോടു കൂടി ചിന്തിക്ക്. നിന്റെ കൂടെ നിൽക്കുന്നതാണ് നിന്റെ പെണ്ണ്, മനസ്സിലായോ? കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ എല്ലാം പോയിട്ട് അവരുടെയൊക്കെ അടുത്ത് നിന്ന് കുറെ എഴുന്നേറ്റ് പോവാ. നിനക്കെന്തോ ഭ്രാന്തുണ്ടോടാ? ആദ്യം നിന്റെ പെണ്ണ് എവിടെ ഇരിക്കുന്നെന്ന് വെച്ചാൽ നോക്ക്, എന്നിട്ട് അവളെ പോയി ഭരിക്ക്. അതായത് ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും തോളെ ചെന്ന് കയറാൻ പോവാതെ. നിന്റെ ചെവിക്കനും അടിച്ചു പൊട്ടിക്കും അങ്ങനെ ചെയ്താല്. നീ ആണാണോടാ? മറ്റേ തൊരുങ്ങിയൊരു മോന്തയും കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെ വേണ്ടി ബുദ്ധിയില്ല, വിവരമില്ല, ഒരു കുന്തവും ഇല്ല. എന്നോട് പറയാം എഴുന്നേറ്റ് പോവാം. നിനക്കെന്തോ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിന്റെ ഇരുന്ന് ഇങ്ങനെ കിടന്നങ്ങ് ഞൊളയ്ക്കുന്നോ? നിനക്ക് അങ്ങ് ചൊറിച്ചിൽ വരുന്നോ? എന്നാൽ കൂടെ നിൽക്കുന്നവളോട് പറ ആ ചൊറിച്ചിലൊന്ന് മാറ്റി വയ്ക്കാൻ. ഞാനല്ല നിന്റെ പെണ്ണും പിള്ള, ആ കൂടെ നിൽക്കുന്നവളാ. നീ അവിടെ അടുത്തോട്ട് ചെല്ല്. എവിടെയോ ഇരിക്കുന്ന എന്നോട് വന്ന് പറയാ എഴുന്നേറ്റ് പോയി. ഞാൻ പിന്നെ ഈ തറയിലല്ലാതെ പിന്നെ നിന്റെ തലയിൽ കയറിയിരിക്കാൻ എനിക്ക് പറ്റുമോ? ഞാൻ എന്താ നിന്റെ തലയിൽ കയറിയിരിക്കണം? വേണ്ട, നീ ഇങ്ങ് വാ, നിന്റെ തലയിൽ കയറി ഞാൻ ഇരിക്കുക. നീ എന്നെയും ചുമന്നുകൊണ്ട് ഈ ലോകം മുഴുവൻ കയറി ഇറങ്ങി നടക്കുക. ലൈവിനകത്ത് വന്ന ഇതുപോലെ കുറെ പൊട്ടന്മാരുണ്ട്. ഞാൻ പിന്നെ എന്താ ചെയ്യാൻ? എന്നോട്
ഈ ഭൂമിയിൽ ഈ തറയിൽ ഞാൻ എൻ്റെ വസ്തുവില്, എൻ്റെ വീട്ടില്, എൻ്റെ വസ്തുവില്, എൻ്റെ ക്ഷേത്രത്തില്, എൻ്റെ ഭൂമിയിൽ ഞാൻ ഇരിക്കുക. എന്നാലും എന്നോട് പറയാം ഇറങ്ങിപ്പോ, എഴുന്നേറ്റ് പോകാം. നീ എന്ത് മൈര പറയുന്നത്? നിനക്കത് മനസ്സിലാക്കാൻ കഴിയാത്തതിന് എൻ്റെ കയ്യിലോ കുഴപ്പമൊന്നോ? നീ വിവരം കെട്ടവനെ, ബുദ്ധിയില്ല, വിവരമില്ല, പഠിപ്പുമില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവില്ല. വിവരമുള്ളവർക്കറിയാം ഞാൻ പറയുന്നത് പച്ച മലയാളമാണെന്ന്. മനസ്സിലായോ? അപ്പൊ നീ നിന്റെ കഴിവുകേടിനെ ആദ്യം മനസ്സിലാക്ക്. ശോഭ നായർ, സാരമില്ല പോട്ടെ, BP കൂട്ടാതെ. നാഗാജി. ആശാമൂർത്തി, കൂളുന്നു. അല്ല മോളെ, നിങ്ങൾ രണ്ടുപേരും അതല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ ഈ ഭൂമിയിൽ ഈ തറയിലിരുന്നപ്പോൾ ആ നാറി എവിടുന്നോ അവന്റെ കൂടെ പെണ്ണുണ്ടോന്ന് ആലോചിച്ച് നോക്കുക. ആ പെണ്ണിനെ കളഞ്ഞിട്ട് അവന് എന്നെ വന്ന് ഭരിക്കാൻ നോക്കുക. അവനെ ഞാൻ പിന്നെ എന്തോ ചെയ്യണം? പിന്നെ അവന്റെ തലയിൽ കയറിയിരിക്കാൻ പറ്റുമോ എനിക്ക്? ഞാൻ പിന്നെ ഇതുപോലുള്ള മരപ്പാഴിനെ എന്തോ ചെയ്യണം? പിന്നെ പറയാം എന്താ ഞാൻ പറയുന്നതെന്ന്. ഞാൻ മലയാളമാണ് പറയുന്നതെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു 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 സാമാന്യ ബുദ്ധി പോലും ആ കിഴങ്ങിനില്ല, ആ മരപ്പാഴിനില്ല. അപ്പൊ നിന്റെ കഴിവുകേടിനെ, നിന്റെ പഠിത്തമില്ലായ്മ, പഠിക്കാനായിട്ട് വിട്ടപ്പോൾ പഠിക്കണമായിരുന്നു. നല്ല മറുപടിന്ന് ശ്രീബാല. പിന്നെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കണമായിരുന്നടാ ബിനീഷ് ചന്ദ്രോത്തെ. അല്ല, വായി നോക്കി നടന്നാൽ പോരായിരുന്നു. മലയാളമൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണമെന്നായിരുന്നു, പഠിക്കണമായിരുന്നു. നിന്റെ കഴിവുകേട് മൊത്തം നീ ഇവിടെ കൊണ്ടൊന്ന് എഴുതി വെക്കാതെ. ഞാൻ പറയുന്ന മലയാളമാണെന്നും എല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. പോട്ടെ, വിട്ടേക്ക്. ലക്ഷ്മി സുനിൽ. പെൺപിള്ളേരാണ് എല്ലാം വന്നത്. ഇനി പെൺപിള്ളേരെല്ലാം വന്ന എല്ലാത്തിൻ്റെ പെൺപേരാ കേൾക്കുന്നത്. അവൻ പെൺപേരാണ് ഇവിടെ ഉള്ളത്. ഇനി അവനൊട്ടും പോവത്തില്ല. എടാ നാറി, നീ ഇനി ഇവിടെ ഉണ്ടാവരുത്. ശോഭാശിവൻ. എല്ലാം പെണ്ണുങ്ങൾ വന്നു. ഇനി അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് അവനൊരു കൃഷ്ണനെ പോലെ വരവാനാ. നിന്നെ ഞാനിവിടെ കൃഷ്ണൻ കളിപ്പിക്കുന്നില്ല. നിന്നെ ഇനി നീ ഇവിടെ എഴുതി ഇടുവാണെങ്കിൽ നിന്നെ ഞാൻ ഇനി റിമൂവ് ചെയ്യും. നീ നോക്കിക്കോ. നീ അങ്ങനെ ഇപ്പം ആവണ്ട. കൃഷ്ണന് പിന്നെ ഇത്തിരി വിവരവും വിവേകവും ഉണ്ട്, നിനക്ക് അതുപോലും ഇല്ല. ജോബി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. സുഖമാണ്. അതെ, സുഖം. അവനെ ഈ പൊട്ടന്മാരും മലയാളം കൃഷ്ണൻ അല്ല മക്കളെ. കൃഷ്ണന് നാഗേച്ചി ചിലർ അങ്ങനെയാണ്. പോട്ടെ, ചേച്ചിയുടെ സുൽത്താൻ എങ്ങനെയുണ്ട്? ബിന്ദു സുൽത്താൻ ഇങ്ങനെ കിടക്കുന്നു. സുൽത്താന് നല്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികളെ. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കണം. പിന്നെ തുണികൾ എനിക്ക് നനയ്ക്കണം, എൻ്റെ തുണി നനയ്ക്കണം, അദ്ദേഹത്തിൻ്റെ തുണി നനയ്ക്കണം. പിന്നെ ഇവിടെ മുറ്റം തൂക്കണം. പിന്നെ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ എനിക്ക് അവരെ സ്വീകരിക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം, എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളവരെല്ലാവരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഇടയ്ക്കിടയ്ക്ക് സുൽത്താന് തന്നെ കിടക്കുമല്ലേ, ഒരേ കിടക്കുമല്ലേ. അപ്പോൾ ഒന്ന് മിണ്ടാനും പറയാനും ഒക്കെ ഒരാൾ അടുത്തുള്ളത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് സുൽത്താൻ ഒത്തിരി ആരാധികമാരുണ്ട്. ആ ആരാധികമാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആരാധകന്മാരും ഉണ്ട്, ആരാധികമാരും ഉണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇടയ്ക്ക് വന്ന് കാണുക. പക്ഷെ കാണുമ്പോൾ കൂട്ടത്തോട് വരരുത്. കാരണം എന്തെന്ന് വെച്ചാൽ അത് എല്ലാവരും കൂടെ വന്ന് അലുകുലാത്തെന്ന് പറഞ്ഞുകൊണ്ടൊരു ബഹളമൊക്കെ ഉണ്ടാകും. കാരണം ശാന്തമായിട്ട് കിടക്കുന്നൊരു മനുഷ്യനാണോ ഒരുപാട് സംസാരിപ്പിക്കരുത്. നമ്മളായാലും രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ, രോഗമല്ല ഇത്, ശരീരത്തിൻ്റെതായിട്ടുള്ള അവസ്ഥ. അപ്പോഴേ അതൊക്കെ ആ എല്ലുകൾ തമ്മിൽ കൂട്ടി യോജിക്കണം. അതിനൊക്കെ ഇത്തിരി സമയം വേണ്ടി വരും. അപ്പം നമ്മൾ ഒരുപാട് വർത്തമാനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കരുത്. അദ്ദേഹം പറയരുത്, നിങ്ങളാരും പറയിപ്പിക്കരുത്.
അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ശുശ്രൂഷിക്കാനും ഒന്ന് ദേഹമൊക്കെ തുടച്ചു കൊടുക്കാനുമായിട്ടൊക്കെ ഒരു നല്ലൊരു പെണ്ണ് അതെനിക്ക് വേണം. ഇത്തിരി വീറും വൃത്തിയൊക്കെയുള്ള സുന്ദരിയായ ഒരു പെണ്ണിനെ വേണം. അത് മാറിയും തിരിഞ്ഞും ആരാധികന്മാരൊക്കെ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. സുൽത്താന് ആരാധികന്മാരെയൊക്കെ വരുന്നത് ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്ക് ആരാധകന്മാരും വരുന്നത് എനിക്കിഷ്ടമാണ്. എൻ്റെ കുഞ്ഞാങ്ങളയ്ക്കും അങ്ങനെ എൻ്റെ സഹോദരനും ആരാധികന്മാരും ഒക്കെ വരുന്നത് ഇഷ്ടമാണ്. എൻ്റെ ചാച്ചനും അങ്ങനെ ആരാധകന്മാരും ഒക്കെ വരുന്നത് ഇഷ്ടമാണ്. എനിക്കും അങ്ങനെ വരുന്നത് ഇഷ്ടമാണ്. അതുപോലെ എൻ്റെ സൗഹൃദങ്ങൾക്കും അങ്ങനെ ആരാധകന്മാരൊക്കെ വരുന്നത് എനിക്കിഷ്ടമാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അത് കണ്ണിനെ നമ്മൾ കാണാൻ തന്നെ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എനിക്ക് സുൽത്താൻ്റെ കാര്യമാണ്. അദ്ദേഹത്തെ ഒന്ന് കാണാനും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കാനും ഇത്തിരി വീറും വൃത്തിയൊക്കെയുള്ള ഇത്തിരി കാണാനായിട്ട് ഇച്ചിരി ചേലൊക്കെയുള്ള എല്ലാവരും സുന്ദരികളാണ് എന്നുണ്ടെങ്കിൽ തന്നെയും ബളബളാന്ന് വർത്തമാനമൊന്നും പറയാതെ ഇത്തിരി അച്ചടക്കബോധമുള്ള പെൺപിള്ളേരെയൊക്കെ ഉള്ള കാര്യം പറയില്ല. എനിക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊക്കെ ഇഷ്ടം. ഇത്തിരി കലാവാസനയൊക്കെ ഉള്ള ഇത്തിരി അച്ചടക്കബോധമൊക്കെ ഉള്ള, അതായത് ഏതൊരു പെണ്ണും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, ഏതൊരാണും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, ഒരു സന്യാസി വരിയെ പോലെ, ഒരു സന്യാസിനിയെ പോലെ ഒരു പെണ്ണ്, എന്നാൽ ഇത്തിരി കുസൃതിയൊക്കെ ഉള്ളൊരു പെണ്ണ്, അങ്ങനെയുള്ള പെണ്ണുങ്ങളെ എനിക്കിഷ്ടം. ആരൊക്കെ എന്തൊക്കെ എഴുതിയിരിക്കുന്നു, എല്ലാം പെൺപിള്ളേരാ. നോക്കട്ടെ. നാഗേച്ചി ചിലർ അങ്ങനെയാണ്. പോട്ടെ. സുൽത്താൻ സുഖമാണോ? ഹായ് നാഗമ്മ, ഇഷ്ടം. സ്മിത, ലിജോ, ശാന്തി രാജൻ. നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ എല്ലാവരും പറയും. അതൊക്കെ നല്ലതായിട്ടെടുക്കുക. സുൽത്താൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒത്തിരി പേര് ശ്രീബാല ഞാൻ മതിയൊന്നു. പിന്നെന്താ, മോള് വന്നോളൂ. വന്നിട്ട് സുൽത്താൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് വരിക. ആശ, ഞാൻ മതിയോ? സ്മിത നായർ. ഇതിനകത്തിൽ കമൻറ്റ്, സുൽത്താനെ ഇഷ്ടപ്പെടുന്ന പെൺപിള്ളേരെല്ലാം ഇവിടെ വരാം. ഓരോ ദിവസവും ഓരോ പെൺപിള്ളേർ വന്ന് പോകണം. എനിക്ക് മുറ്റമൊക്കെ ഒന്ന് തൂത്ത് തന്ന് തുണിയൊക്കെ ഒന്ന് അലക്കി തന്നിട്ട് പോയ. എനിക്ക് ശാരീരികമായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആണ് കുട്ടികളെ. അതുകൊണ്ടാണ് ഞാൻ പണ്ട് മുതലേ പറയില്ലേ, എനിക്ക് ജോലികളൊന്നും അങ്ങനെ, പണ്ടൊക്കെ ഒത്തിരി ജോലി ചെയ്യാൻ പോയതാ. ഇപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എനിക്ക് പൈസ കിട്ടുമ്പോൾ വാങ്ങിച്ചു തരും, കഴിക്കാൻ തരും. പണം ഒരുപാട് എന്നോട് ചോദിക്കില്ല. പണം എന്തിനാണ് മനുഷ്യന്? നല്ല ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കാം. പ്രകൃതിയിൽ നിന്നല്ലാത്ത വില കൊടുത്ത് വാങ്ങുന്ന ഭക്ഷണങ്ങളുണ്ട്, അതൊക്കെ കഴിക്കാനും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ തരും. ഓറഞ്ചും ആപ്പിളും മുന്തിരിങ്ങയൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു തരാം. ഒത്തിരി വില കുറഞ്ഞതും വാങ്ങിക്കില്ല, ഒത്തിരി വില കൂടിയതും വാങ്ങിക്കില്ല. മീഡിയം ടൈപ്പുള്ള വസ്ത്രങ്ങൾ, അതായത് എനിക്ക് പൈസയ്ക്ക് ഒക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു തരാം. പിന്നെന്താ, അതൊക്കെ എനിക്ക് പറ്റുള്ളൂ. കഴിക്കാനും കുടിക്കാനൊക്കെ തരാം. ഫ്രൂട്ട്സ് തരാം, ചോറ് തരാം. അതൊക്കെ നിങ്ങളും വെക്കണം കേട്ടോ. എന്നെ കൊണ്ട് തന്നെ വെപ്പിക്കല്ലേ. സുൽത്താന് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കാൻ ഒക്കെ ഒരാളിനെ വേണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ല വർത്തമാനം പറയാൻ ഒക്കെ ആള് വേണം. ശ്രീലത ജയകുമാർ, അത് മതി. ഞാൻ പറയുന്നത് ഓരോ ദിവസവും ഓരോരുത്തർ പോരെ. എന്നാൽ കഴിയുന്നത് പോലെ നിങ്ങൾക്ക് ഞാൻ സമ്മാനങ്ങൾ തരാം. പണമൊന്നും ഒത്തിരി ചോദിക്കരുത്. എനിക്കൊരു ഹോം നേഴ്സിനെയായിരുന്നു ആവശ്യം. പക്ഷെ ഹോം നേഴ്സുമാർ വന്ന് ഒത്തിരി പൈസ ചോദിക്കും. എനിക്കതൊന്നും കൊടുക്കാനൊന്നുമില്ല അവർക്ക്. നാളേക്ക് 8
ഡ്രസ്സ് ഇഷ്ടം. നാഗയ്ക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടമെന്ന്. എനിക്ക് ഇത്രയും കൈയൊക്കെയുള്ള ഫ്രോക്ക്, മൊത്തം ഗൗൺ പോലെയുള്ള ഡ്രസ്സാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ കാവി കൊണ്ട് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതെന്ന് വെച്ചാൽ എളുപ്പത്തിന് വേണ്ടിയാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ കാവി കൊണ്ടുള്ള മുണ്ടും നേരിയതും പോലെ ഇടുന്നത്. അത് ഈ ഉടുപ്പെന്ന് പറയുന്നത് ഞാൻ മിക്കപ്പോഴും ഇടുന്നത് അര ബ്ലൗസ് അല്ല, എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പാണ്. ആ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ മുകളിൽ കൂടിയാണ് ഞാൻ കാവി കൈലി ഉടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനില്ലേ മുകളിലത്തെ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അര ബ്ലൗസാണെന്ന് തോന്നിക്കും. ഒരിക്കലും അത് അര ബ്ലൗസ് അല്ല, അത് ചുരിദാറിൻ്റെ ടോപ്പാണ്. അവിടെ DTDC കൊറിയർ സർവീസ് ഉണ്ട്. ഞാൻ ഡ്രസ്സും കുറച്ച് ഭക്ഷണ സാധനങ്ങളും അയക്കാം. കൊറിയറൊക്കെ ഉണ്ട് മോളെ ഇവിടെ കൊട്ടാരക്കര. അവിടെ ചിലപ്പോൾ നമുക്ക് അവിടെ പോയി ചെന്ന് വാങ്ങേണ്ടി വരും. കൊറിയർ ഇവിടെ മിക്കപ്പോഴും സുൽത്താൻ ഓരോ സാധനങ്ങളൊക്കെ കൊറിയറിൽ വരുത്തുമായിരുന്നു. അതൊക്കെ സുൽത്താന് ഹരമാണ്. അത്തരം കാര്യങ്ങളൊന്നും അതൊന്നും ഞാൻ അങ്ങനെയൊന്നും എനിക്കെന്തോ അതിനോടൊന്നും ഇതുവരെ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. അതൊക്കെ സുൽത്താനോട് ആശാമൂർത്തി നല്ല മനസ്സെന്ന്. മോള് ഡ്രസ്സൊക്കെ അയക്കുവാണെങ്കിൽ മോള് വരുമെന്ന് പറഞ്ഞില്ലേ, നേരിട്ട് വന്നോളൂ. ആ മനുഷ്യനെ ഒന്ന് എപ്പോഴും എൻ്റെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കില്ലേ, എത്രയെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഖം തന്നെ അദ്ദേഹം കാണുന്നത് ബോറടിക്കത്തില്ലയോ? ഒരു വയ്യാതെ കിടക്കുന്ന മനുഷ്യനല്ലേ, വേറിട്ട മുഖങ്ങൾ കാണട്ടെ. എപ്പോഴും 24 മണിക്കൂർ നാഗയുടെ മുഖം കണ്ട് ബോറടിക്കത്തില്ലയോ? ഒരു പുതിയ മുഖമൊക്കെ കാണട്ടെ. നല്ല സുന്ദരികളായ പെൺകുട്ടികളുടെയൊക്കെ മുഖങ്ങൾ കാണട്ടെ. എല്ലാവരും ഇങ്ങനെയല്ലേ, നമ്മൾ ഒരു മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. ഉള്ള കാര്യം പറയാമല്ലേ, എനിക്ക് ബോറടിക്കും. അദ്ദേഹത്തിന് ബോറടിക്കുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കിങ്ങനെ ബോറടിക്കും. ഒരു മുഖം തന്നെ എത്രയെന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും കിടക്കുന്ന ഒരു മനുഷ്യൻ ആരാധികമാരെയൊക്കെ കാണട്ടെ. നിങ്ങളൊക്കെ ആരാധികമാരല്ലേ. അദ്ദേഹത്തിനൊരു സന്തോഷമാവും. ഇത് ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞതല്ല. എൻ്റെ പൊയ്യും ഈ തിരുമോന്ത കണ്ട് എത്രയെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എൻ്റെ മോന്തയും കണ്ട് എൻ്റെ അലപ്പും കേട്ട് എൻ്റെ മോന്തയും കണ്ടുകൊണ്ട് ഇരിക്കുക. നാഗ ഒരു പാവമാണ്. ആശാമൂർത്തി നാഗ ഒരു പാവമാണ്. ശ്രീബാല പറയുന്ന സത്യമെന്ന്. നിങ്ങളെപ്പോഴും അങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഞാൻ പാവമാണ്. അങ്ങ് എടുത്തു പറയണ്ട. ചിലപ്പോൾ നിങ്ങളെ ഞാൻ കയറി വഴക്കൊക്കെ പറഞ്ഞെന്നിരിക്കും കേട്ടോ. എൻ്റെ സ്വഭാവം അതാ. കാരണം പോലും ഇല്ലാതെ ചിലപ്പോൾ ഞാനിങ്ങനെ കിടന്ന് ഒച്ചയും ബഹളും എടുക്കും. അതിവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരാരും എന്നെ മൈൻഡും ചെയ്യത്തില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ശരി, ഞാൻ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ആരാധികമാരൊക്കെ വന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് പോകൂ. ഞാൻ വീണ്ടും പറയുന്നു, വന്ന് കണ്ടിട്ട് പോവുക. കൂട്ടത്തോട് കയറി വരില്ലേ. വരുവാണെങ്കിൽ 1-2 പേരായിട്ട് വരണം. ആ കൂട്ടത്തോട് വന്നാലും കുഴപ്പമില്ല. പക്ഷെ മുറിക്കകത്തിൽ എല്ലാവരും കൂടി ഇല്ലേ ഇങ്ങനെ തിങ്ങി നിറങ്ങി ചുറ്റും ഇങ്ങനെ നിൽക്കുമ്പോഴേ വയ്യാതെ കിടക്കുന്ന മനുഷ്യനാണ്, വീർപ്പ് മുട്ടലുണ്ടാകും. അതുകൊണ്ടാണ് ചേച്ചി പോകല്ലേന്ന്. ഹേമ എല്ലാം പെൺപിള്ളേരാണല്ലോ വന്നത്. സുൽത്താൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇത് തത്തമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വെക്കുവാണ് കേട്ടോ. നമുക്കിനി
ഇനി എന്താ, നമുക്കിനി ചാരിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. ചാനലിലേക്ക് പോകാം, യൂട്യൂബ് ചാനലിലേക്ക് പോകാം. ഇന്ന് ഞാൻ ഗൂഗിളിലൂടെ 5 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ അയച്ചിട്ടുണ്ട്. പലർക്കും പല തുകയാണ് അയച്ചത്. അത് ഞാൻ ദിവ്യ ബാങ്ക്, ഇൻ്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് എന്ന എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.